നമ്മളിപ്പോ സെക്ഷുവാലിറ്റി ചെയ്യുന്നുണ്ട്, നമ്മളത് രഹസ്യമായിട്ടല്ലേ ചെയ്യുന്നത്. നമ്മുടെ സെക്ഷുവാലിറ്റി നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഇഷ്ടമാണെന്ന് നമ്മൾ പബ്ലിക്കിൽ കിടന്ന് ചെയ്യില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രഗ്സ് നമ്മൾ രഹസ്യമായിട്ടല്ലേ ചെയ്യുള്ളൂ അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല. പച്ചയില ഡ്രഗ്സ് അല്ലേ? പച്ചയില അപ്പൊ ചീരയൊക്കെ ഡ്രഗ് ആണോടാ? ചീരയും ക്യാബേജൊക്കെ ഡ്രഗ് ആണോ? അല്ല. അതും പച്ചയിലല്ലേ? അല്ല. അത് പച്ചയിലല്ലേ? പച്ചയിലാണ്. പിന്നെ അതെന്താ ഡ്രഗാത്ത്? അത് വിശപ്പാറാൻ വേണ്ടി കഴിക്കണല്ലേ? എനിക്ക് ഈ ഇല എന്താണെന്ന് അറിയോ? ഏതല്ല? ഈ ഭഗവാൻ പരമശിവന്റെ ഇല. അതെന്തേലാണെന്ന് അറിയോ? അതൊരു മരുന്നാണ് എല്ലാ അസുഖത്തിനുള്ള. ഭഗവാൻ പരമശിവനെ എനിക്ക് മനസ്സിലായില്ല. അത് ഇതായിട്ട് എന്താ ബന്ധം? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ ഭഗവാനെ പിടിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം കേട്ടോ നിങ്ങൾ എല്ലാവരും. അത് ശരിയാണോ? ഞാൻ അങ്ങനെ പിടിച്ചല്ല, ഞാനൊന്ന് പറഞ്ഞതാണ്. പരമശിവന്റെ ആശീർവാദമായിട്ടാണ് കഞ്ചാവിനെ ഞങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ മാത്രം കാണുന്നത്? ഞാൻ കാണുന്നത് ഭൂമിയുടെ ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിക്കാത്ത പിള്ളേർക്ക് അവർക്ക് വലിക്കാനും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. ഞാനിപ്പോ ഒരു കാര്യം ചോട്ടെ, ലാലേട്ടൻ നിന്നിട്ട് ഈ സാധനം വലിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ലാലേട്ടൻ പറയാം അതെന്റെ ഇഷ്ടമാണ്, നിങ്ങൾ ആരും വലിക്കേണ്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഇപ്പോ ശരി ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. പുഷ്പ സിനിമയില് ഫഹദ്വാസില് വലിക്കണ കാണിക്കണ്ടല്ലോ, അപ്പൊ അത് കണ്ടിട്ട് പിള്ളേരൊന്നും വലിക്കണല്ലേ? കാണിക്കും, വലിക്കും ആണ് ഞാൻ പറയുന്നത്. എനിക്ക് ഫഹദിക്കനോട് പറയാൻ ഫഹദിക്ക് ഇവിടെ ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും. അറിയില്ല എന്തിനാ വരയ്ക്കുന്നത്, നമ്മൾ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എന്താ അവസാനം? എന്തൊരു അൾട്ടിമേറ്റ്? നമ്മൾ ഒരു വിഷയം പേടിക്കണമെങ്കിൽ നമുക്കൊരു പേടി തട്ടണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അതെന്താണ് കാരണം? മരണത്തെ പറ്റിയാണോ പറയുന്നത്? എന്തിനാണ് നിന്നെയൊക്കെ കൊന്നിട്ട് എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലായോ? ഇതൊക്കെ അതാണ് ഒന്ന് ഫഹദല്ല. ഇനിയിപ്പോ അങ്ങനെ പറയുന്നതല്ല, ഇതിപ്പോ ആരാണ് നമ്മൾ ചോദ്യം ചോദിക്കും. അലിൻ ജോസിനൊക്കെ വന്നാ പിന്നെ നോക്കാം, കുറച്ച് വണ്ണമുള്ളതുകൊണ്ട് ബിരിയാണി ഒക്കെ അല്ലാടാ കടയിൽ. അലിൻ ജോസ് അല്ല, സിനിമയിൽ ഞാൻ ചോദിക്കുന്ന ആലിനെ അതൊക്കെ ഡ്രഗ്സ് ഉപയോഗം ഒഴിവാക്കപ്പെടേണ്ട ഒരു വിഷയമല്ലേ? ഡ്രഗ് അത് ഡ്രഗ് യൂസേഴ്സിനോട് നീ പറ, ഡ്രഗ് വിൽക്കുന്നവരോട് നീ പറ, ഡ്രഗിന്റെ കാര്യം പറഞ്ഞ എന്നോട് പറഞ്ഞു. ശരി, അപ്പൊ ഇത് വലിക്കുമ്പോ എന്താണ് കിട്ടുന്നത്? നീ വലിച്ചോക്ക്. അങ്ങനെ പിന്നെ എന്തോട് ചീര തിന്നുന്നില്ല? അതിന് പകരം ചീരനല്ലേ ഞാൻ ചീരേന്തിനും എല്ലാ പച്ചക്കറിയും തിന്നും. എന്തിനായിട്ട് ചീര പൊടിച്ചിട്ട് വലിക്കാത്ത എന്താ? ചീര വലിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടൂല. അതാണ് പോയിന്റ്. അപ്പൊ അത് അപ്പൊ പിന്നെ ചീരയും പച്ചയിലും നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ ചീര കഴിച്ച എന്താ ഗുണം? കണ്ണിന് കാഴ്ച. ഇത് വലിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിനുള്ള അസുഖങ്ങളെല്ലാം മാറും. ഇത് വലിച്ചാ എന്റെ ജീവിതത്തിൽ പീസ് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് സന്തോഷം. എന്നിട്ടാണ് ഈ പാവത്തിന്റെ ഇവിടെ തല്ലിക്കൊല്ലുന്നത്. അത് അവര് പറഞ്ഞത് അവന്റെ റോങ് ടോക്കിങ്ങിനാണ് ഞാൻ അവനോട് പറഞ്ഞത്. അപ്പൊ പീസ് മാറും. അത് പീസ് മാറുന്നല്ല, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള ട്രീറ്റ്മെന്റ്. നിങ്ങൾക്കും നല്ലതാണ് ആ ട്രീറ്റ്മെന്റ് ഒക്കെ. എല്ലാവർക്കും നല്ലതാണ്. നമുക്ക് മൂന്നുപേർക്കും നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ചെടുക്കാം. ഓക്കെ, അലിന്റെ അഭിപ്രായം തന്നെ. അപ്പൊ അലിന് ഞാൻ ഇത്ര സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ലേ, സിനിമയിൽ ഡ്രഗ്സ് ഉപയോഗം അങ്ങനെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കഥാപാത്രത്തിനെ കാണിക്കുമ്പോ ആ കഥാപാത്രം നീ പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു വെക്കണം കേട്ടോ. ഒരു കഥാപാത്രത്തിനെ കാണിക്കുമ്പോ ഇപ്പൊ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കണേ, ഈ കൈ എന്ന് പറഞ്ഞ പടത്തില്, ആ പടത്തിൽ ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഡ്രഗ് അഡിക്റ്റ് അതിൽ കാണിക്കണ്ടേ? അല്ലാണ്ട് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ ആ പടത്തില്? പടം ചെയ്യുമ്പോ ഒറിജിനാലിറ്റി ആയിട്ട് വേണം ചെയ്യാൻ. അത് കാണിക്കാതെ പറഞ്ഞൂടെ? അത് കാണിക്കാതെ പറഞ്ഞാൽ അതിന്റെ എക്സ്പീരിയൻസ് ഇദ്ദേഹം ചെയ്യുന്ന വർക്കിൽ അത് ഉണ്ടാകാം. അല്ലെങ്കിൽ വേറെ ഒരു ഫിലിം മേക്കർ ചെയ്യുന്ന വർക്കിൽ മദ്യവും എല്ലാ ദുശീലങ്ങളും ഉള്ള വർക്ക് ഉണ്ടാകാം. അത് എല്ലാ സിനിമയിലും അങ്ങനെയല്ല. ഇപ്പൊ ഇറങ്ങിയ ബിഗ് ബെന്നില് നല്ല സോഫ്റ്റ് ആയിട്ടാ കഥ പറഞ്ഞു പോകുന്നു. അടി ഉണ്ടെങ്കിലും തന്നെ അത് പരിഹരിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന്. പല അടികളുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചൊക്കെ പറയുക. അടി എന്ന് പറഞ്ഞാൽ ഇടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്.